ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ പട്ടാപ്പകൽ കവർച്ചയിൽ പ്രതിയെ പോലീസിന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അയാൾ സഞ്ചരിച്ച സ്കൂട്ടറോ അയാളുടെ വിവരങ്ങളോ പോലീസിന് ഇനിയും കിട്ടിയില്ല എന്നാണ് നമുക്ക് സൂചന. അതിനിടയിൽ ഞാൻ എൻ്റെ ഡെസ്കിലെ ഒരു സഹപ്രവർത്തകനോട് ചോദിച്ചു, ഇനി പോലീസ് കസ്റ്റഡിയിലെങ്ങാനും വെച്ച് നമ്മോട് പറയാതിരിക്കുകയായിരിക്കും? കാരണം പോലീസിന് വലിയ സമ്മർദ്ദമാണ് എന്നാണ് നമ്മുടെ അവതാരകനായ ടി കെ രജിത്ത് പറയുന്നത്. കാരണം പട്ടാപ്പകൽ പോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൊച്ചു പിച്ചാത്തിയുമായിട്ട് ഒരാൾ പോയി ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്നെടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കേരളം പോലെ ഒരു നഗര സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് സംഭവിച്ചു. ഒറ്റ പിച്ചാത്തി കൊണ്ട്, ഒരു കൊച്ചു പിച്ചാത്തി കൊണ്ട് മുഴുവൻ ജീവനക്കാരെയും ബന്ദികളാക്കി അദ്ദേഹം 45 ലക്ഷമോ 47 ലക്ഷമോ ഇരുന്ന കെട്ടിൽ നിന്ന് 15 ലക്ഷം മാത്രം എടുത്ത് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് അത്രയും മതി. കാര്യം കാരുണ്യവാനാണ് ഈ വന്ന മോഷ്ടാവ്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഈ പ്രതി സഞ്ചരിച്ച വാഹനം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ നമ്പറോ നമ്പർ പ്ലേറ്റോ ഇതൊക്കെ കള്ളത്തരമാണല്ലോ, അപ്പോൾ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ അടുത്ത പരിസരങ്ങളും എല്ലാ CCTVയും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കാടടച്ചുള്ള അന്വേഷണമാണ്. മോഷ്ടാവേ, താൻ എവിടെ മറിഞ്ഞിരുന്നാലും പോലീസിൻ്റെ വല താങ്കൾക്ക് വേണ്ടി വിരിച്ചു കഴിഞ്ഞു. ആ വലയിൽ താങ്കൾ മൂക്കിടിച്ച് വീഴും. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ഈ പോട്ടയിലെ ബാങ്കിന് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. ശരിക്കും പോലീസിന് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുറപ്പാണല്ലോ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ പ്രതിയെ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം അടക്കം രൂപീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 25 അംഗ സംഘമാണ് അത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 25 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാനത്തിനകത്തും പുറത്തേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യത കൂടി പോലീസ് ഈ ഘട്ടത്തിൽ തള്ളുന്നില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇന്നലെ ഈ മോഷണം നടന്നതിന് പിന്നാലെ തന്നെ അതിനുള്ള ഒരു സാധ്യത പോലീസ് കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് സംസ്ഥാനത്തിന് പുറത്ത് ഉൾപ്പെടെ ഇന്നലെ ഈ ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി റെയിൽവേ പോലീസിനടക്കം പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇതിന് പിന്നാലെയും പോലീസിന് ഒരു ലീഡ് എടുക്കാൻ, ഈ വിഷയത്തിൽ ലീഡ് എടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രതിയിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു തെളിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഇതിലൂടെയാണ് എനിക്ക് ഇടതുവശത്തു കൂടി ഇങ്ങനെ സ്കൂട്ടറിൽ വരുന്നു, അതിനുശേഷം സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ പ്രതി അകത്തേക്ക് കയറി പോകുന്നു. പക്ഷേ ഈ CCTV ക്യാമറയിൽ കൃത്യമായി ഈ പ്രതി വന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞുവെങ്കിൽ പോലും ഈ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ അതിൽ ക്ലിയർ ആയിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വളരെ ക്വാളിറ്റി കുറഞ്ഞ ക്യാമറയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽസിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാഹനം, അതായത് നമ്പർ പ്ലേറ്റ് കാണുന്ന തരത്തിലായിരുന്നു ഈ സ്കൂട്ടർ ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിരുന്നത്. സ്വാഭാവികമായും ഈ CCTV ക്യാമറയിൽ ആ ഭാഗത്താണ് CCTV ക്യാമറ ഉള്ളത്. അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ നമ്പർ പ്ലേറ്റ് അതിൽ പതിയേണ്ടതായിരുന്നു. പക്ഷേ ഈ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പതിഞ്ഞതുമില്ല. നിലവിൽ പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത് ഈ വാഹനത്തിന്റെ നമ്പറുകൾ കൃത്യമായി ലഭിക്കാത്തതാണ്. അത്തരത്തിലുള്ള വിഷ്വലുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് ചാലക്കുടിയുടെ വിവിധ ഭാഗങ്ങളിൽ, അത് ഇന്നലെ ഇതിനോട് ചേർന്ന് ഈ ബാങ്കിനോട് ചേർന്ന ഭാഗങ്ങളിലെ CCTV വിഷ്വലുകൾ അടക്കം ശേഖരിച്ചിരുന്നു. പക്ഷേ ഇന്ന് പോലീസ് അതിലേറെ, അതായത് ചാലക്കുടിയിലെ പ്രധാന ഈ പാതകളിലെല്ലാം തന്നെ ഈ സമാന്തരമായി, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കും 1:30ക്കും ഇടയിലുള്ള CCTV വിഷ്വലുകൾ അടക്കം ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം. സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 25 അംഗ സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന. അന്വേഷണം ഊർജിതമായ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സൂരജ് സജി, വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേർന്നത്.